ആണ് കണ്ടില്ലേ കരിമീൻ ഗൈസ് നല്ല സൈസ്. മാന്തൽ വേണം. ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കരിമീൻ പിടുത്തത്തിനായിട്ട് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2-3 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സൈനൊക്കെയാണ് നമ്മളെ ആശാന്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതാ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വലി എന്നാണ് ഇതിന് പറയുക, ഈ ഒരു അല്ല സൈനൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെ ഇതിൻ്റെ ഈ ഒരു മീൻ പിടുത്ത രീതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണാം. ഗൈസ്, ഈ ഒരു സാധനം കൊണ്ടാണ് ഈ ഒരു മീൻ പിടുത്തം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഴയുടെ വക്കത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. നല്ല തൊട്ടവാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ചാടിക്കിടന്ന് വേണം പോവാൻ. ഒതളങ്ങ എന്ന് പറയുന്ന ഒരു കായാണ്. കണ്ട ഒരു മാങ്ങ പണ്ട കാലത്ത് ആൾക്കാര് മരിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിച്ചത്. ഇന്ന് വിഷം കുടിച്ചു. പണ്ട് ഇതാ നിന്നീന്. ശരി, സാധനമാണിത്. കണ്ട നല്ലൊരു മാങ്ങ. ഭയങ്കര വിഷം, കൊടും വിഷമാണ് ഇതാണ്. ഈ ഒരു ഭാഗത്തല്ലേ നമ്മൾ ഇറങ്ങണ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ സൈനുദ്ദീൻ കാക്ക എന്താണ് പറഞ്ഞുതരും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു മീൻ പിടുത്ത രീതി എന്ന്. അതായത് 2 സൈഡിൽ ഈ ഒരു ഇതല്ലേ സൈനിക വലിച്ചു നടക്കുക. ഈ ഒരു ഇത് ഇതിനെന്താ പറയാ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു തരാം. ഓക്കെ. ഇതിൻ്റെ 2 അറ്റം പിടിച്ചിട്ട് നമ്മൾ അതെ 2 ഇത് വിട്ട് ഇങ്ങനെ പോവുന്നെ. ഒരാൾ അങ്ങോട്ട് പോകും, ഒരാള് ഇവിടെ, രണ്ടാള് 2 ഭാഗത്ത് കൂടെ ഇങ്ങനെ പോവല്ലേ. ഇതിന്റെ നടുഭാഗത്ത് ഒരു കയറുണ്ട്, അതെന്റെ കാലുമേലാണ് ഉണ്ടാവുക അല്ലേ. എന്നിട്ട് ബാക്കിയുള്ള ഇവര് 2 2 തലഭാഗം അയച്ചു പോയിട്ട് ഈ നടുഭാഗം എന്റെ കാലിൽ കൊളത്തിയിട്ടിട്ട് പിന്നെ ഞാൻ അതിനനുസരിച്ചിട്ട് അവിടെ ഇതിന് ഈ കൊടിയൊന്നും ഉണ്ടാവില്ല. ഈ ഭാഗം ഉണ്ടായി ഇവിടെ കുറച്ച് കൊടിയില്ലാത്ത ഭാഗം ഉണ്ടാവും. ഇതേമാതിരി കൊടികൾ കോക്കാത്ത ഭാഗം ഉണ്ടാവും. ആ ഭാഗത്ത് പേടിച്ച് വന്നിട്ടാണ് മീന് പതിയല്ലേ. കാലിന്റെ സൈഡിലായിട്ട് ഇവിടെ വിട്ടായിട്ട് ഇങ്ങനെ പതിയും. അപ്പൊ തപ്പിയിട്ട് മുങ്ങിയെടുക്കണം മീനല്ലേ. ഓക്കെ, എന്നായിക്കോട്ടെ, നമുക്ക് എന്നാ പരിപാടി തുടങ്ങാം. ഇതിന് മണ്ണ് കുറച്ച് കെട്ടട്ടെ. മണ്ണാണെങ്കിൽ മണ്ണ് വേണം അല്ലേ. അടിയിൽ താന്ന് കിടക്കണ്ടേ. മറ്റേ മുങ്ങിയ പാട് പൊങ്ങൂല, പിന്നെന്താ ഉണ്ടാകുക. പിന്നെ നമ്മളെ മേത്ത് വെച്ച് കെട്ടല മണ്ണ്. അരയില് ഈ മണ്ണൊക്കെ അല്ല. ആദ്യത്തെ വെള്ളം കെട്ടി കുടിക്കും ചിലപ്പോ. നിങ്ങളെ ഒരാള് വന്നിട്ട് പിന്നെ മണ്ണ് നമ്മളെ സൈനിക മുങ്ങാനുള്ള മണ്ണ് മേത്ത് വെച്ച് കെട്ടുന്നുണ്ട്. മുണ്ടിൽ വെച്ചിട്ട് തോർത്തിൽ കെട്ടിയിട്ട് അരയിൽ കെട്ടല്ലേ. അത് താന്ന് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ, കുറച്ച് വെയിറ്റിനായിട്ട് താന്ന് കിടക്കാൻ വേണ്ടി കെട്ടുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഇവിടെ ഇപ്പം ഏകദേശം നമ്മളൊരു അര ചെസ്റ്റ് ആ ഒരു ലെവലിൽ വെള്ളം എത്തിയിട്ടുണ്ട്. മൂടിയാ എന്റെ കഴുത്തൊക്കെ നല്ല ഉപ്പാണല്ലോ. അതെ ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇതിന് ഓരോന്നോരോന്ന് എടുത്തിട്ട് പോക്കാണ് ചെയ്യാ. പക്ഷെ ഒന്നാമത് ഓരോ തുമ്പ് ഇങ്ങനെ കല്ല് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. അങ്ങനെ ഇട്ടിട്ട് പോയിക്കോളൂ. നേരെ ചാരി പോവാ, മനസ്സിലായോ? അങ്ങനെ ഇട്ടിട്ട് പോയിക്കോ. ഇങ്ങനെ പോയിക്കോ. അങ്ങോട്ട് തിരിഞ്ഞു പോ. ഇങ്ങോട്ട് തിരിഞ്ഞു പോ. ഇത് കണ്ടില്ല, പൊന്തനാ നിക്കണേ.
അതിൻ്റെ ഉള്ളിൽ പോയി കയറരുത്. അതിനുള്ളിൽ പോയി കയറാല്ലേ കയ്യും കാലൊക്കെ മുറിയാവും. ആ പൊന്തൻ്റെ അതിൻ്റെ അപ്പോൾ ഇതിൽ കൂടെ വരണം അല്ലേ? അത് അങ്ങനെ അടുത്തിട്ട് അങ്ങനെ തന്നെ അത് തന്നെ പരിപാടി. വിടണതിനനുസരിച്ച് സ്പീഡിൽ ഇങ്ങനെ പോയിക്കോട്ടെ. എടുത്തിട്ട് പോയിക്കോ. ഇങ്ങോട്ട് തിരിഞ്ഞോ, അതിന് കുടുങ്ങും അല്ലെങ്കിൽ. അപ്പോൾ നമ്മളും വെള്ളത്തിലാണ്. നമ്മൾ ഏകദേശം ഒരു ചെസ്റ്റ് വരെ വെള്ളമായിട്ടുണ്ട്. പരിപാടി ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാം. സൈനിക്ക് എപ്പോഴും ഇതിൻ്റെ സെൻറ്റർ കളയിലില്ലേ? ആ സെൻറ്ററിൻ്റെ കാലിലാണ്. ആ ഈ ഒരു പൊന്തിൻ്റെ സെൻറ്റർ ഭാഗം എപ്പോഴും സൈനിക്കാൻ്റെ കാലിൻ്റെ താഴെയാണ്. കരിമീനാണ് ആ ചാടിയത്. നേരെ നടന്നോ ആ കൊള്ളി അതാ കണ്ണ് മുന്നിൽ. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ കൂടി വന്നാൽ മതി, അതിൻ്റെ അടുത്തേക്ക് കൂടി വന്നാൽ മതി. ഇപ്പോൾ പരന്ന് പോവാ. എന്നിട്ട് ആ തലപ്പ അവിടെ കൈ പിടിച്ചിട്ട് വലിച്ച് നടന്നാൽ മതി കേട്ടോ. അവൻ്റെ വെള്ളം ടൈറ്റായി. എൻ്റെ എപ്പോഴും വിറ്റ് കഴിഞ്ഞിട്ടില്ല. ഒരേ ലെവലിലും ആണ് അല്ലേ? ആ വേഗം നേർത്തണോ, അങ്ങനെയാണ് ഇതിൻ്റെ ഇഷ്ടം. അങ്ങനെ മീൻ വേഗം ആഞ്ഞെടുക്കലാണ് കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോൾ വലിച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് ആഞ്ഞെടുക്കലാണ്. ഇങ്ങോട്ട് കൂടിന്നോ ഇവിടെയൊക്കെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് കിടക്ക്. ആണ്ട് കിടക്ക്. ഗൈസ് അപ്പോൾ നമ്മളെ സൈനിക്ക ഇവിടെ ഇപ്പം മുങ്ങിയിട്ടുണ്ട്. സൈനിക്ക അപ്പം അങ്ങനെ തപ്പി അങ്ങനെ പോകുന്നുണ്ട്. മറ്റ് 2 പേരത് ആ ഒരു അറ്റത്ത് എത്തിക്കണ കാണല്ല. ചെറിയ മീനെ കുട്ടിയെ കിട്ടിയത്. ലൂസായി കിടക്കരുത് കേട്ടോ, ടൈറ്റായി പിടിക്കണം. ഈ ഒരു പൊന്ത് നല്ല ടൈറ്റ് പിടിക്കണം. അപ്പോൾ 2 പേരത് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കരിമീൻ പോയി. ഇത് ചെറിയ മീൻ, ചെറുതല്ലേ? ഇങ്ങനെ പിടിക്കുമ്പോൾ കരിമീൻ മാത്രമല്ല, ഒരു നമ്മളെ മുന്നിൽക്കൂടെ ഒരു മീൻ ഇപ്പോൾ ചാടി. ഒരു മീൻ പെറ്റ ചാട്ടം. ഇതൊക്കെ ചെറിയ ഇതെന്ത് മീനോ? ഇതൊക്കെ ചെറിയ കൊലപ്പൂട്ടാന്നൊക്കെ പറയും. പായമ്പത്തി. കിട്ടുന്ന മീനൊക്കെ ഈ കുടത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടം സൈനിക്കാൻ്റെ മേത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. സാധിക്ക് കൂടല്ല കേട്ടോ, ആ പൊന്തൽ എത്തുമ്പോൾ കൂടിയാൽ മതി. കരിമീൻ കാണാനില്ല. നമുക്കിതുവരെ കരിമീൻ അടിച്ചില്ല. വേറെ ചെറിയ മീനുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഗൈസ് ഇതാണ് കൊഞ്ച്. അത്യാവശ്യം നല്ല സൈസുള്ള നല്ലൊരു ഇങ്ങനെ കൊഞ്ച് കിട്ടുമല്ലോ ഇതിൽ? കൊഞ്ച് കിട്ടും. അതിൻ്റെ ഞരമ്പ് പൊടിക്കുക. ഞരമ്പ് പൊടിച്ചാൽ പിന്നെ ചാടി പോവില്ല അല്ലേ? ഗൈസ് അപ്പോൾ നല്ല സൈസുള്ളൊരു കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്രായി എന്ന് പറഞ്ഞ മീൻ. പ്രായി ഇതല്ലേ? കണ്ടില്ലേ? എന്താ സൈനിക? ഞണ്ട് കടിച്ച്. ഓ ഞണ്ടും ഉണ്ടാവും അല്ലേ? ഞണ്ട് കടിച്ച് കാല് കയ്യുമ്പിലെത്തിങ്ങോട്ട് പോകും. ഞണ്ടും അതുപോലെ കരിമീനും അങ്ങനെയുള്ള എല്ലാ മീനുകളും ഈ ഒരു പൊന്ത് താത്തി പിടിക്കുന്ന സമയത്ത് കിട്ടാറുണ്ട് എന്നാണ് പറഞ്ഞത്. കിട്ടുന്ന മീനുകളൊക്കെ ഇങ്ങനെ ആ ഒരു കുടത്തിലോട്ട് ഇടുന്നുണ്ട് സൈനിക്ക. ഓക്കെ, ഇങ്ങനെ കൂടി നിന്നട്ടാ.
ചാടുന്നുണ്ട്. ഈ ഒരു പൊന്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാടുന്നുണ്ട്. ഒരു കരിമീൻ പോലും കാണാനില്ല. എന്തിയാവോ ഇങ്ങനെ ആവലില്ല. വെള്ളം കൂടുതലായിട്ടാണോ എന്ന് ഡൗട്ട്. വെള്ളേ കൂടുതലായാലും കരിമീൻ ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവായല്ല, വെള്ളം പരന്ന് കിടക്കല്ലേ, പല ഭാഗത്തും ഇങ്ങനെ പോവാ. അവിടെ നല്ല ചാട്ട മീന്. മാലാന. അതൊക്കെ അതിങ്ങനെ പതിയില്ലല്ലേ? പൊന്തിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മീനുകൾ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ചേറ്റിലോട്ട് ഇങ്ങോട്ട് പതിയും. ആ ഒരു സമയത്താണ് തപ്പി പിടിക്കുന്നത് സൈനിക്ക. അപ്പോൾ ചില മീനുകൾ അങ്ങനെ പതിയൂല, ഈ മാലാന് അങ്ങനെയുള്ള. പക്ഷെ മാലാൻ ഇങ്ങനെ ഇത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ചാടുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നതാണ്. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് വലിച്ചു വിട്ടാ അത് നല്ല. അങ്ങോട്ടൊക്കെ പോണ്ട. കരിമീനാണിത്. ഫസ്റ്റ് കരിമീൻ ഗൈസ്. ഇതാ അത്യാവശ്യം നല്ല സൈസുള്ളൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. വിട്ടുകൊണ്ടിരിക്കണ വളരെ മോശം. എങ്ങനെയായാലും ഇങ്ങോട്ട് എത്തുമ്പോഴേക്കിനൊരു അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വലിച്ചന്ന് ഒരു 8-10 കരിമീൻ കിട്ടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ വേറെ മീനുകൾ കിട്ടി. വെള്ളം ഓവറായിട്ടാണ്. വേറെ മോശം. അതുകൊണ്ടാ ഗൈസ്. അപ്പം ഇന്ന് കുറച്ച് മോശമെന്നാണ് പറയുന്നത്. അതിനും കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കരിമീൻ കുറവാണ്. മെയിനായിട്ട് കരിമീനാണ് കിട്ടാറ്. അപ്പം ഇന്ന് കരിമീൻ കുറവാണ് എന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചിരിക്കും. അന്ന് ഞാൻ ഇതിപ്പോൾ ഒന്നും കിട്ടാതായിട്ട് പിടിച്ചതാണ്. എന്തെങ്കിലും വേണ്ടേ, മുങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ഇതാവണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ അടുത്തൊരു സൈഡിലോട്ട് ഇതേപോലെ വലിക്കാൻ പോവുകയാണ്. അങ്ങോട്ട് പരന്നു പോകണ്ട, അവിടെ പരന്നു പോകല്ല. അവിടെ പൊന്ത പഴയതുണ്ട്, അതിൽ പോയി കയറും. സാധിക്കും. ലാശം കൂട്ടിന്നോ സാധിക്കാൻ കുറച്ച് കൂടിന്നോ ഗൈസ്. അപ്പോൾ അടുത്ത മുങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ മീനുകൾ ഇങ്ങനെ മുകളിലോട്ട് ചാടുന്നുണ്ട്. ചെറിയ കരിമീന് ഉണ്ടോ? ചെറിയ കരിമീന് വീണ്ടും ചെറിയൊരു കരിമീൻ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ കുണ്ട് കുറവാണ്, പക്ഷെ നല്ല ചെളിയാണ്, മുട്ടോളം ചെളിയാണ്. വേറൊരു കരിമീൻ കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചെറുത്. വലിയ കരിമീൻ കാണാനില്ല, ഒക്കെ ചെറുതാണ്. ചെറിയൊരു ഇടത്തരം അല്ലേ? അതായാലും കിട്ടിയാൽ മതി. അതെ, അത്രേ ഉള്ളൂ. കിട്ടണില്ല, കുറവാണ് സാധനം. അതെ, ചെറിയ കരിമീൻ ഗൈസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷെ ഒക്കെ ഒരു ചെറിയ ഒരു മീഡിയം സൈസ് കുറവാണ്. എന്നാൽ കൂടി സൈനിക്ക നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവരെ അവിടുത്തെ ഒക്കെ നിങ്ങളെ കാലിൻ്റെ നിങ്ങൾ പോണ ആ വൈക്കൊക്കെ ഉണ്ട് വരുമോ സെൻറ്റർക്ക്? ഓക്കെ. ഇല്ലായിട്ടാണ് ഉണ്ടെങ്കിലേ നമ്മൾ ഈ വൈക്കുള്ളതൊക്കെ വെള്ളം ലേശം ഓവറാണ്. അതെ, കുറച്ച് വെള്ളം ഓവർ.
ഒറ്റാണ്ട് മീൻ നന്നായിട്ട് കണ്ട് കയറുള്ളൂ. ചാടുന്ന മീനാണിത്. ഇതല്ലേ മാലാന് കണ്ടോ? മാലാന. കണ്ടില്ലേ? ഇതെന്താ മാലാനെ? മായമ്പൊത്തി. അത് നല്ല മീനാണ്. ഗൈസ് ഞണ്ട് നല്ല സൈസുള്ളൊരു നണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഒരു കരിമീൻ പോലത്തെ ഒരു കരിമീൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് നല്ല മോശമാണ്. പൊടിയാണെങ്കിലും വേണ്ടില്ല, അതും കിട്ടണ്ടേ. ഒരു പാടിന് കിട്ടുന്ന മീൻ കിട്ടിയില്ല. തന്നെ ഇങ്ങനെ ഇല്ലല്ലോ. വെള്ളം ഓവറായിരുന്നു, അതിൻ്റെ ഇതാണ് ഇതൊക്കെ ഉണ്ട്. മീൻ ഇതെല്ലാത്ര കിട്ടല്. വലിക്കുള്ള മീനില്ല, രണ്ട് വലിക്ക് ഒരു വലിക്കുള്ള മീനായിരിക്കും. അത് വെറുതെ വേണ്ടിയല്ല, നമ്മൾ ബീസലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ വെറുതെ വന്ന് കുറേ മെനക്കെട്ട് പോകും. ഇവിടെ എല്ലായിടും ഈ ഒരു കുണ്ടന്നെ ഉള്ളു. അതിനൊക്കെ കുണ്ടുള്ള ഭാഗമുണ്ട്. ഈ ഒരു ഏരിയ ഇങ്ങനെയൊക്കെ എത്രയേ ഉള്ളു. അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതൊരു മാടാണ്. ആ ഇത് വെള്ളം പറ്റി അവിടെ പൊന്തിക്കെടുക്കും. അത് ശരി. അങ്ങനത്തെ സ്ഥലം. ഇതൊരു കര പോലെ ആവും അല്ലേ? കര പോലെ ആവും. നീ കൂടണ്ട കൂടണ്ട കൂടണ്ട. അപ്പൊ മൊത്തം ഒതുങ്ങല ആരൂക്ക വെള്ളം കൊണ്ട് അപ്പുറത്താണ് കൊണ്ട് ചാലും. അങ്ങനെ അങ്ങനെയാണല്ലേ? ഇങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും, അങ്ങോട്ടും ഉണ്ടാവും. നമ്മൾ ഈ പോണേന് നേരെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ വറ്റി ഉണങ്ങി കിട്ടും. വല്ലാ പരക്കണ്ട, ഇനി പരക്കണ്ട, ഇനി നേരെ പോയിക്കോ. ആ കാണുന്നത് ഒരു പൊന്ത ഇതൊക്കെ, അതാ കാണുന്നൊരിത്, അതിന് നേരെ നടന്നോ. ഇല്ല സാധിക്ക കെട്ടി കുടിക്കാ. അവിടെ പിടിച്ചു നിന്നോ. ഇവൻ്റെ വെള്ളം നീരട്ടെ, സാധിക്കിൻ്റെ വെള്ളം നീർത്ത്. കരിമീനാണ് കേട്ടോ. കരിമീൻ കരിമീൻ എടുത്ത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ക്ലിയറില്. ആ അടുത്ത കരിമീൻ അങ്ങനെ കിട്ടുമല്ലേ കരിമീന്? ഗൈസ് ഇപ്പോൾ നമുക്ക് കരിമീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ പതിനെ ഒച്ച കെട്ടി കാണാൻ ഞാൻ. അവിടുന്ന് ഒരു ചെറിയൊരു 3-4 കൂട്ടം കിട്ടിയല്ലേ? അത് കിട്ടി അങ്ങോട്ട് വന്നിട്ടില്ല. അത് ചാടിയാ അവിടെ നിന്നാണ് കിട്ടേണ്ടതല്ലേ? നല്ല കിട്ടുന്ന സ്ഥലമാണ്. മീൻ കുറവായതുകൊണ്ടാ. അല്ലെങ്കിൽ കുറേ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടും. നേരത്തെ അവിടെ കിട്ടിയ പോലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? കുറവായതിൻ്റെ പേരിലാണ് കിട്ടാത്തത്. പിന്നെ തന്നെ വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. വെള്ളം കുറയുമ്പോഴാ കരിമീൻ കൂടുതൽ ഇറങ്ങല്ലേ? ഇതിങ്ങനെ ഇപ്പൊ ഈ പരന്ന് കിടക്കല്ലേ, എല്ലായിടത്തും കേറി നിൽക്കല്ലേ? അതെ അതെ. അതൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരണ്ടേ? സെന്ററിൽ ഇങ്ങോട്ടേ വന്ന് ചേർന്നാലേ പുഴയെന്ന് കിട്ടുള്ളൂ. അതെ. അപ്പൊ പല ഭാഗത്തേക്കും കേറി ഈ കല്ലിന്റെ അവിടെ കളിച്ച് നിൽക്കുക. വെള്ളം ഇങ്ങനെ ഇറങ്ങി പോരുമ്പോഴേ അവരൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഓരോ ഏത് കുണ്ട് ഭാഗങ്ങള് തളങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ വന്നിട്ട് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കും. ഇതിപ്പോ സൈനിക നമ്മളെ പൊന്നാനിപ്പുഴയുടെ ബാക്കിയല്ലേ? അതെ അതെ. ഇതന്നെ പൊന്നാനിപ്പുഴേന്റെ അത്. ഇതല്ലേ? അത് നേരെ ഇങ്ങനെ ഇനി അഴിമുഖത്തേക്ക് പോണ്. ഈ പുഴ നേരെ അഴിമുഖ അല്ലേ? ഇത് തിരൂരിന്ന് വരുന്ന ഭാഗം അല്ലേ? തിരൂർ പൊന്നാനി. തിരൂർ പൊന്നാനിപ്പുഴ. നോക്കണ്ട, ആവശ്യമുള്ളവരെ കഴിച്ചിലാവും, ചാടും. അതേമാതിരി ഒരുപാടുണ്ട്, ഞാൻ ഒഴിവാക്കണത്. കരിമീൻ കിട്ടിയതാ.
കുഴിയാൻ. ഇതിന്റെ മുകളില് കവറൊക്കെ വെച്ച് മൂടിയിട്ടൊക്കെ മീനായിട്ട് പൊക്കുന്നത്. സാധിക്കണല്ലേ? അത്രയും മീൻ കിട്ടലുണ്ട്. അത് ചെറുതല്ല, വലിയ കരിമീൻ മാത്രം. അതിന്റെ മേലെ ഇങ്ങനെ പതിച്ച് 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 വെക്കലും കട്ടി 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 കിട്ടിട്ട് എത്ര പോലെ മീൻ കിട്ടിയിരുന്നു. ചെറുത് അതിന് വെള്ളം കയറ്റവും. ഇപ്പൊ ഇത് വൈകുന്നേരമുള്ളതല്ലേ, ഇത് രാവിലെ ഒക്കെ ഇറങ്ങുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ മാത്രല്ല, നമുക്ക് കൈകാര്യം ചെയ്യാനും സമയം കിട്ടണം. അതെ അതെ. ഇതിപ്പോ സമയം കിട്ടൂല. അല്ലാതെ സമയം ഇപ്പൊ തന്നെ 4 മണി 4:30 5 മണിന്റെ അടുത്തായില്ലേ? ബാങ്ക് കൊടുത്തില്ലേ? ഇനിയിപ്പോ നമുക്ക് എന്തായാലും അധികം സമയം വലിക്കാൻ ടൈം കിട്ടൂല. അതിന്റെ വെള്ളം അങ്ങോട്ട് എല്ലാം ഇരുട്ടായി കഴിഞ്ഞാലേ പിന്നെ തെങ്ങൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാവൂല അല്ലേ? ഉണ്ടാവും, മീനുണ്ടാവും, പക്ഷെ കിട്ടൂല. ഇതേ പരിപാടിക്ക് കിട്ടൂല. ഈ രാത്രി ചാടി പോവുകയും നിക്കൂല അല്ലേ? ഉള്ളിലേക്ക് കേറിയ മീനുണ്ടല്ലോ, ചാടും. ഇപ്പൊ ഈ 15 കിട്ടുന്നുണ്ടല്ലോ, ഒരൊറ്റൊന്നും കിട്ടൂല, ഒക്കെ ചാടി 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 പോവും. ചെമ്പല്ലിന്റെ കുട്ടിയാണത്. ചെമ്പല്ലി കുട്ടി അല്ലേ? അത് കിട്ടലില്ല, അതൊക്കെ ഇതിനിടയിൽ പെട്ടു പോരുന്നതാണ്. ചെറിയൊരു ചെമ്പല്ലി കുട്ടി. കരിമീൻ എടുക്കേണ്ട കുഴി തന്നിട്ട് ഒരു കുഴി ഉണ്ടാക്കും. ഒരു എവിടെ? അടിയിലേ ചെറിയ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അവര് അതിലിങ്ങനെ പതിഞ്ഞ് കിടക്കും ചെയ്യും. കുട്ടികളെ അതിലാണ് മുട്ടിട്ടിട്ട് അതിൽ നിൽക്കുന്ന 2 കരിമീനും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ വലിയ ഇത് ചെയ്യുന്ന ആണ് കരിമീൻ എന്ത് ചെയ്യുന്നല്ലോ, അവന് ചിലപ്പോ പെട്ടെന്ന് അങ്ങനത്തെ ചാടല് ചാടി പോണത്. മറ്റേ പെണ്ണെന്ത് ചെയ്യുന്നോ, അവിടെ തന്നെ നിൽക്കുക. ആ കൂട്ടത്തിൽ ആ കുട്ടികളതായിട്ട് നോക്കിയിട്ട് അവിടെ നിൽക്കും. നമ്മള് വരുമ്പോ നമ്മള് അവിടെ നിൽക്കണേല് അത് അവിടെ അപ്പൊ പതിഞ്ഞങ്ങനെ നിൽക്കും. അതെ, അതിനെ പിടിക്കും. ഇതൊന്നാണ് അപ്പൊ ചാടിയത്. ചിലതിനെ ഉണ്ടാവുള്ളൂ മുട്ടിട്ട് നിക്കണത് ഉണ്ടാവുക. ചിലപ്പോ എണി തുണയായിട്ട് അങ്ങനെ നിക്കണതുണ്ടല്ലോ, അതും അതേമാതിരി തന്നെ. ചിലത് പതിഞ്ഞിട്ടും, ചിലത് രണ്ടും അവിടെ പതിയും. രണ്ടും ഒറ്റ ഇതിൽ നമുക്ക് പിടിക്കാം. ചില രണ്ടും കഴിച്ചിലാവും ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. അപ്പം ഇനി വേറൊരു ഭാഗത്തോട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടുന്ന് രണ്ടാളും 2 മൂലയിലോട്ട് പോകുന്നുണ്ട്. ഒരാൾ ആ ഒരു പൊന്തയുടെ അങ്ങോട്ട്, ഒരാൾ ഈ ഒരു പൊന്തൻ്റെ അങ്ങോട്ട്. സൈനുക്ക് ഞാനും ഇവിടെ ഉണ്ട്. വലിയ കക്കന് ഇതണ്ട, കക്കയുണ്ട് ഗൈസ് ഇവിടെ. ഇപ്പൊ കക്ക ഇറങ്ങിയിട്ടുള്ള സമയല്ലേ? ആന്ന് കണ്ടില്ലേ? കരിമീൻ ഗൈസ്, നല്ല സൈസ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും അല്ലേ ഗൈസ്? അത്യാവശ്യം ഒരു ഇതുവരെ കിട്ടിയാലും ഒരു കുറച്ചൊരു സൈസുള്ള കരിമീനാണ് ഈ കിടക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വലിയ വലിക്കരുത്, അപ്പോൾ എനിക്ക് മീൻ പിടിക്കാൻ പറ്റൂല. കരിമീൻ എങ്ങനെ മുകളിലോട്ട് ചാടുന്നുണ്ട്. ടൈറ്റാക്കി അവിടെ അങ്ങനെ നിന്നാൽ മതി. കരിമീൻ അവിടെ 2-3 കരിമീൻ പോയി. വലുതാ? ഒന്നും പതിഞ്ഞില്ല, പതിയാതെ ഓടിയതാ. ഞണ്ട് കടിച്ചിട്ട് കണ്ടോ? ഞണ്ട് കടിച്ചിട്ട് ഞണ്ട്
ഞണ്ട് കടിച്ചു തന്നതാണ്. ഞണ്ടേ ഒന്ന് ഇന്നൊന്നേ കടിച്ചതാണ്, കൈ പറിച്ച് കണ്ട് എടുത്ത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞാലേ കൊഞ്ചല്ലേ? അല്ല അതെ കുറച്ച് കഴിഞ്ഞാലേ ചാടൂല്ല. വലിയ ആള് വാലുകൊണ്ടൊക്കെ ചിലപ്പോൾ കൊന്തിക്കും. അല്ല മൂപ്പരാളെ വാലിങ്ങനെ കാണുന്നുണ്ട്. കൊഞ്ചല്ലേ? ഇജ്ജ് പോണതിന് നേരെ ഇജ്ജ് പോണതിന് നേരെ ഒരു പൊന്ത കാണണം കേട്ടോ, പഴയത്. ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ പോയി കയറരുതേ. ചാടി എന്നാ ഒരു കരിമീൻ ചാടിയില്ല. ചാടിയില്ലേ? അലാക്കിൻ്റെ ചാട്ടോ. ഒരു മടയായിരുന്നു. അങ്ങനെ വലിക്കല്ല, നോക്കിയിട്ട് വലിക്ക്. സാധിക്കണ്ട് കൂടി ഇന്നല്ല. ഇതാണ് മാന്തള്. വട്ടത്തി നോക്കട്ടെ. വട്ടത്തി മാന്തള് വേണ്ടാ. മാന്തള് കിട്ടുമല്ലേ? അന്ന് ഞങ്ങൾ പിടിച്ചതിൻ്റെ പകുതി ഇല്ല. കരിമീൻ കുറവാണല്ലേ? നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ചിട്ട് കുറവാണ്. ഇല്ല, ചെമ്പല്ലിക്കുട്ടി ഒന്ന് അവിടുന്ന് കിട്ടി. അവിടെ ചെറുതാണ്. പോയി വലുതായി വാ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളം വലിച്ചിട്ടുള്ള മീൻപിടുത്തം പരിപാടികൾ നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 4 വട്ടമായിട്ട് നമ്മൾ വെള്ളം വലിച്ച്, അപ്പോൾ സാധാരണ ഒരു 2-3 തവണ വെള്ളം വലിക്കുമ്പോൾ തന്നെ ഈ ഒരു കുടം മുഴുവനായിട്ടും മീൻ നിറയാറുണ്ട്. അതായത് കരിമീൻ മാത്രം ഈ ഒരു കുടം മുഴുവനാവാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് കരിമീൻ കുറച്ച് കുറവാണ്, കാരണം വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ. എങ്കിലും നമ്മൾ വെള്ളത്തിലിറങ്ങി വെറുതെ ആവണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് സൈനുക്ക മറ്റ് മീനുകളെ കൂടി കിട്ടുന്ന മീനുകളൊക്കെ ആ ഒരു കുടത്തിലോട്ട് എടുത്തിട്ടത്. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് മീനും നമ്മളിതാ സൈനുക്കാൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് ആ മീനുകളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും, എത്രത്തോളം മീൻ കിട്ടിയെന്ന്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു വെള്ളം ഒക്കെ എടുത്തതാ സൈനുക്കാൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതൊരു ചാക്കിലോട്ട് കിട്ടിയ മീനുകളൊക്കെ ആ ഒരു കുടത്തിലുള്ള മീനുകളൊക്കെ ഇതാ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം വലിച്ചിട്ട് ഇതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വെള്ളം വലിച്ചിട്ടുള്ള മീൻപിടുത്തം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രത്തോളം മീനുകളാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കരിമീൻ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും. കരിമീൻ വലുതും ഉണ്ട്, അതുപോലെ കുറച്ച് ചെറിയ സൈസായിട്ടുള്ള കരിമീനും ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് മീനുകളും, അതായത് ഒരു പലവക എന്ന് വേണമെങ്കിൽ പറയാം. കൊഞ്ചുണ്ട്, അതുപോലെ പേരിനൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ പേരിനൊരു മാന്തൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.